അസ്സലാമു അലൈക്കും. ഞാൻ മുബി. വെൽക്കം ടു മൈ ഫുഡ് പാരഡൈസ്. നമ്മളിൽ എത്ര പേർക്കാണ് ഇതുപോലെ ഡെയിലി ചായ വേണ്ടത്? സാധാരണ ചായ കുടിച്ച് മടുത്തില്ലേ? ഇനി നമുക്കൊരു വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ ചായ കുടിച്ച് നോക്കാം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പാൽ ചായ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്റെ ഫ്യൂച്ചർ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ സ്പെഷ്യൽ പാൽ ചായയുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്കും പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഈ ചായക്ക് കിട്ടും. ഇഞ്ചി ആഡ് ചെയ്തിട്ട് നമുക്കിനി പാൽ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാൽ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കിനി ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചായക്ക് ഇത്തിരി കടുപ്പമുള്ളതാണ് ടേസ്റ്റ്. നിങ്ങളുടെ ചായപ്പൊടിയുടെ കടുപ്പം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ഈ ചായയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തിളപ്പിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഏറ്റവും കുറഞ്ഞതൊരു 5 തൊട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് തിളപ്പിക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് തിളപ്പിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നേരത്തെ ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിഞ്ഞ് നമുക്കിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തണുത്താലും കുഴപ്പമില്ല, അന്നേരം ചൂടാക്കി എടുത്താൽ മതി. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് പാട വരുന്നത് കാണാം. ഏകദേശം ആ 2.5 ഗ്ലാസ് പാലെന്നുള്ളത് നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അധികം നേരം ഇത് തിളപ്പിക്കണം എന്നില്ല. നമുക്കിതിനെ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ശരിക്കും നമുക്കിതിൽ കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഈ ചായ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അതിന് മുമ്പ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. അതാണ് നമ്മുടെ പാൽപ്പൊടി. ഈ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ ഒരു തിക്നെസ്സും ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പക്ഷേ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടോടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ കുടിക്കുന്നതാണ് ടേസ്റ്റ്. ഷുഗർ ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ ചായ ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചായ ആയിരിക്കും. നിങ്ങളൊരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. ഒരു സ്പെഷ്യൽ ചായ ആയിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.